പോവുകയാണ്. അത് നമുക്ക് അടുത്ത വിശേഷങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണാൻ നേരെ വീട്ടിലേക്ക് പോകാം. മെയ് മാസം അപ്പൊ ഞങ്ങള് പോവാണ്. വണ്ടി കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പെരയൊക്കെ നല്ല പോലെ ഞങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് പെരയൊക്കെ ചുറ്റിക്കറങ്ങണം. ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് എല്ലായിടത്തും പോകണം. ഞങ്ങൾ ഫാം ഹൗസ് അപ്പോൾ ഇത് നമ്മുടെ വാഴക്കൃഷിയാണ്. അതൊക്കെ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. അപ്പം ഇത് ബീഫ് ബിരിയാണിയാണ്. ഇതൊക്കെ പൊട്ടിച്ചു. നമ്മൾ ചോറ് വിളമ്പാനിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ എവിടെ ഇട്ട് നമ്മൾ കൈ കഴുകുന്ന സ്ഥലം. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കൈ കഴുകുകയാണ്. കാണുന്നത് നമ്മളൊരു കൃഷിയാണ്. ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. ചെറിയ ഫാം ഹൗസ് ആയതുകൊണ്ട് ഒരു റൂമും കിച്ചണും മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയാണ് പുറത്താണ് വലിയവരിരിക്കുന്നത് സിറ്റൗട്ടിൽ. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. മോളുമാണ് ഇവിടെ ലെനിയാണ് ഇരിക്കുന്നത്. കുട്ടികളെ റൂമിലാണ് ഭക്ഷണം കഴിക്കുന്നത്. വലിയവർ പുറത്ത് സിറ്റൗട്ടിലാണ്. അതാണ് കാണുന്ന കിച്ചണ്.
അപ്പോൾ ഇതൊരു ചെറിയൊരു ഓടും വരെയാണ്. അപ്പോൾ ഇത് മലപ്പുറം ഭാഷയിൽ പറയാ കൊലായി എന്നാണ്. ഇപ്പം നിങ്ങളെ ഭാഷയിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ രാത്രി ആട്ടോ വീഡിയോ എടുക്കുന്നത്. ചെറിയൊരു സിറ്റോടാണ്. പിന്നെ കയറി ചെല്ലുന്നത് അടുക്കളയിലേക്കാണ്. ചെറുതാട്ടോ അടുക്കളയൊക്കെ. ഇനി കയറി ചെല്ലുന്നത് റൂമാണ്. ഇവിടെ ഉണ്ടോ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിന്. ഫാം ഹൗസ് കണ്ടെന്ന് വിചാരിക്കണോ. ഇനി നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ കാണാം. പ്രകൃതി രാമണീയമായ കാഴ്ചകൾ കാണാം. രമണിനെ കാണിക്കുക. പിന്നെ നമ്മൾ പറമ്പിലോട്ട് പോവാണ്. ഞങ്ങൾ കുറച്ച് പേരുള്ളൂ കേട്ടോ പോണത്. ഞങ്ങൾ 5 പേരും പിന്നെ കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ പോണത്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു മീൻകുളം കാണിച്ചു തരാം. കിണറിലാണ് കേട്ടോ മീനിന് ഇട്ടിട്ടുള്ളത്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ മീൻകുളം. കിണറിലാണ് ഇട്ടിട്ടുള്ളത്. വാഴക്കോട് ചില വാഴകളൊക്കെ കുലച്ചിട്ടുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊന്നുമില്ല കേട്ടോ ചാലക്കൂടെ. അപ്പോൾ ഇത് തൊട്ടാവാടിയാണ് കേട്ടോ. ഇത് മുകളിലാണ്. അപ്പോൾ അവിടെ കുറച്ച് അവിടെ ആയിട്ടാട്ടോ മഞ്ഞൾ തോട്ടുള്ളത്. അപ്പോൾ അവിടെ കാണുന്നതാണ് കേട്ടോ പെര. ഇതാണ് കേട്ടോ മഞ്ഞളുടെ തോട്ടം. വിളവെടുക്കാനായിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനില്ല. ഉള്ളത് വാഴയും മഞ്ഞളൊക്കെയാണ്. നല്ല ഭംഗിയാട്ടോ എന്നാലും കാണാൻ. ഇതാണ് കേട്ടോ മഞ്ഞൾ ഞാൻ പറഞ്ഞു. റിഹാനാണ്. കുട്ടികളൊക്കെ ചാലൊക്കെ കരഞ്ഞതാണ് കണ്ടത് ഞാൻ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ ആയിക്കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് പോകാം. അപ്പം എല്ലാ കുട്ടികളും എല്ലാവരും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഉണ്ട് കേട്ടോ. ചോട്ടു പോരി 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 ബാ ബാ ബാ. അപ്പൊ ഇവിടെ ഒക്കെ കാണാൻ നല്ല വൈബാണ്. ഇവിടെ എല്ലാരും ഉണ്ട്. ഇതാണ് നമ്മുടെ റീന. വെച്ചാൽ ഇവിടെ എല്ലായിടത്തും വായാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ.
പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചോണ്ട് അപ്പൊ എല്ലാവരും വരുന്നുണ്ട്. കുറച്ച് ദിവസം അയക്കണ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇത് മാതോളി നാരങ്ങയാണ്. ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും പോവാണ് കേട്ടോ. ഇവിടെ നല്ല ഇതാണ് കേട്ടോ, രസമാണ്. അപ്പോൾ ഇനി ഒരു തോടൊക്കെ ഉണ്ട് ഇവിടെ, ചെറിയൊരു തോടാണ്. വലിയ വെള്ളമൊന്നും ഇല്ല, എന്നാലും ഇനി കാണിച്ചു തരും. മസ്റ്റ് ജനൽക്ക്. അപ്പോൾ ഞാൻ സാധനം കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ കണ്ടീന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു. കളിനോ ഒന്നിട്ടേ സംഭവം അപ്പൊ നമ്മുടെ ഷോട്ട് കിട്ടിയില്ലേ അവിടെ. അപ്പൊ ചെറിയൊരു തോടാണ് കേട്ടോ, തോടൊന്നും പറയല്ലേ. അപ്പൊ ഇവിടെ കുറുക്കിനാണ് പോന്നിക്കണേ. അപ്പൊ ഞാൻ പേരെ കാണിച്ചു തരാം. ഇവിടെ കയറണം. അപ്പൊ ഇവിടെ പുളിങ്ങാമരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഈ പോരുന്നതൊക്കെ നല്ല ചുറ്റുപാടൊക്കെ പേരുകളുണ്ട്. ഇതാണ് അവരുടെ പേര. ഞാൻ ഇവിടേക്കാണ് കാണിച്ചു തരാം. അവിടെ 3 ആൾക്കാർ കണ്ടില്ലേ? ഒരു നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് വലിയ നിൽക്കുന്ന ജസ്റ്റ് പോയോ കണ്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ പെരയിലെത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പെരയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ സ്റ്റെപ്പാണ്, നമ്മളെ ചെരുപ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വാഷ് ബേസും. ഇപ്പോൾ ഇവിടെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇവിടുന്ന് അടിപൊളി ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രിങ്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ അമ്മാൻ്റെ കൂടെ നിന്ന് നമ്മൾ ഫാം ഹൗസിൽ തന്നെ വന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. രാത്രിയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. മരുന്ന് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ ജീപ്പിലൊക്കെ കയറി പോവുകയാണ്. നമ്മളിത് പോണ വഴിയിലാണിത്. അപ്പം നമ്മൾ കരുത്തേൻ റോഡും കൂടെ കേട്ടോ പോരാന്ന് വെച്ചാൽ മൂച്ചിക്ക ഭാഗം അഞ്ചച്ചവടി ആ ഭാഗം റോഡ് പണിയാണ്. അപ്പം അത് പുതിയ പേടിയാണ് കേട്ടോ അഞ്ചച്ചവടി ആ ഭാഗത്തുള്ള. അപ്പം നമ്മൾ പോവാണ്. നമ്മൾ കാലവ അങ്ങോട്ട് എത്താറായി എത്തി. ചോക്ക് പോയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകേണ്ടത് കുറച്ച് ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ കുറച്ച് ക്ലിപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഈ വിശാലമായിട്ടുള്ള അങ്ങാടിയൊന്നല്ല, കൊറോണ കാലത്തുള്ളതാണ് ഇതൊക്കെ. കണ്ടോളൂ, ആൾക്കാർ അഞ്ചിലധികം ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. പിടിച്ചോളി. നമ്മളെ ഷൂട്ടിങ്ങിനും പോകാനുണ്ട്. പിന്നെ ഓരോ കുട്ടികളെ മക്കളാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ട് ആസ്വദിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.